ഞാൻ 9ൽ പഠിക്കുമ്പോഴാണ് തോന്നുന്നത് സ്ഫടികം വരുന്നത്. സ്ഫടികം വരുന്നു എന്ന് പറഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് 1.5 വർഷം എടുത്തു. കാരണം ഭദ്രൻ്റെ മേക്കിംഗ് എല്ലാം അങ്ങനെയാണെന്ന് പറയുന്നത്. പുള്ളി ഇത് എടുത്തിട്ട് വേണ്ടാതെ വയ്ക്കും. ഇപ്പോൾ ഈ മണിരത്നത്തിൻ്റെ ഒരു മലയാളം സ്റ്റൈലാണ് ഭദ്രൻ ഒരുപാട് ലെങ്തി എടുക്കും. അപ്പോൾ നമ്മൾ കഴിച്ച് ഇപ്പോൾ ഇതങ്ങ് ഡ്രോപ്പായി പോയി എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് 9ാം ക്ലാസ്സിലെ പരീക്ഷ. 9ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നത്. പരീക്ഷ കഴിഞ്ഞ് ആനുവൽ എക്സാം കഴിഞ്ഞതിൻ്റെ അന്നാണ് ഈ സ്ഫടികം റിലീസ്. അപ്പം എൻ്റെ ക്ലാസ്സിലൊക്കെ ഉള്ള പലരും പറഞ്ഞു, ഇനി ഇത് അറിയ കഞ്ഞി പഴങ്കഞ്ഞിയാണ്, ഇതിപ്പോൾ കുറേ പെട്ടിയിലൊക്കെ ഇരുന്നതാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആദ്യത്തെ 2 ഷോ കഴിച്ചു. ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല. പിറ്റേന്ന് മാറ്റിനിക്കാന്ന് തോന്നുന്നു അവിടെ കാണാൻ ചെന്നപ്പം 4 ഷോയ്ക്കുള്ള ആളുണ്ട്. ഫസ്റ്റ് ഡേയിൽ ഇത് കഴിഞ്ഞു. 4 ഷോയ്ക്കുള്ള ആളുണ്ട് തിയേറ്ററിൻ്റെ മുമ്പിൽ. ഇത് ഇന്നത്തെ പോലെ യൂട്യൂബോ പ്രൊമോയോ ഒന്നുമില്ലല്ലോ. ഒരു ആനപ്പുറത്ത് മോഹൻലാൽ ഇങ്ങനെ തോട്ടിക്കൊണ്ടിരിക്കുന്ന ഒരൊറ്റ പോസ്റ്ററാണ്. ഇതേ ഉള്ളൂ പോസ്റ്ററായിട്ട് നമുക്ക് കാണാൻ. ഇറങ്ങി വരുന്നവരെല്ലാം പിന്നെയും ചെന്ന് ക്യൂവിലോട്ട് കയറുക. ഇതിലും വലിയൊരു ഫീഡ്ബാക്ക് പറയാൻ കിട്ടാറില്ല. ആരോടും എങ്ങനെ ഉണ്ടെന്ന് പടം ചോദിക്കണ്ട. ഇറങ്ങി മോർണിംഗ് ഷോ കണ്ടിട്ട് വരുന്നവർ മാറ്റിനിക്ക് കയറാൻ വേണ്ടിയിട്ട് കയറുക. എന്നെ ഒരു ചേട്ടൻ ഇങ്ങനെ പൊക്കിയെടുത്ത് ഗേറ്റിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഞാൻ ഓടി ചെന്ന്, ഞാൻ സ്കൂളിലാണ്, ഓടി ചെന്ന് ടിക്കറ്റ് എടുത്ത് നമ്മളിത് കയറുമായിരുന്നു. ഞാൻ പിന്നെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ ഫാമിലിയായിട്ട് നമ്മൾ പിന്നീട് വന്ന് കണ്ടു. കാരണം ഇത് എല്ലാ കാറ്റഗറിക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഭദ്രനിൽ നിന്ന് തന്നെ തുടങ്ങാം. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹം ജനിച്ചത് സ്ഫടികം ചെയ്യാനാവുന്നു. കാരണം സ്ഫടികത്തിന് മുമ്പ് അയ്യർത്ത് ഗ്രേറ്റൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, ഒളിമ്പ്യൻ അന്തോണി അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ഫടികം പോലൊരു ഒരു എന്താ പറയുന്നത്, ഒരു പാക്കേജ് ഇന്നും ഒരു യുവ സംവിധായകനായിട്ട് ഒരിക്കൽ സംസാരിച്ചപ്പോൾ, ഇന്നിപ്പോൾ വളരെ പോപ്പുലറായിട്ടിരിക്കുന്ന ഒരു യുവ സംവിധായകനാണ്. അദ്ദേഹം പറഞ്ഞതാണ് സ്ഫടികം പോലൊരു സിനിമ എനിക്ക് ചെയ്യണമെന്നുണ്ട്. ഇപ്പോഴത്തെ പയ്യൻ ഒരു വെരി യങ് ആക്ടറാണ്. ടോവിനോയൊക്കെ വെച്ച് സിനിമ ചെയ്യുന്ന ഒരു യങ് ഡയറക്ടറാണ്. കാരണം ഇതൊരു ഫാമിലി ഓഡിയൻസിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഇങ്ങനത്തെ പയ്യന്മാരോ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും സിനിമയിൽ ഇതൊന്നും വന്നിട്ടില്ല. ഇപ്പം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അച്ഛൻ, പലയിടത്തും അച്ഛന്മാർ സ്ട്രിക്റ്റ് ആകുമ്പം അച്ഛനും മോനും, അച്ഛൻ്റെ മകള് അച്ഛൻ്റെ ഫേവറേറ്റ് ആയിരിക്കും, മോൻ അച്ഛൻ എന്നൊക്കെ പറഞ്ഞൊരു ഇച്ചിരി സ്വാതന്ത്ര്യത്തിൽ വഴക്ക് പറയുന്നൊരു വ്യക്തിയൊക്കെ ആയിരിക്കും. ഇത് മലയാളിക്ക് വളരെ സുപരിചിതമായ ഒരു കുടുംബ പാശ്ചാത്തലമാണ്, അല്ലെങ്കിൽ കുടുംബ അന്തരീക്ഷമാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛന്മാർ അല്ലെങ്കിൽ മക്കളെ അടിക്കുകയൊക്കെ ചെയ്തിരിക്കും. അതൊക്കെ അന്നത്തെ ഒരു പിന്നെ സോഷ്യൽ സെറ്റർ തന്നെയാണ്, സോഷ്യൽ സിറ്റുവേഷൻ തന്നെയാണ്. അവിടുന്ന് അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഒരു ആംഗിൾ ഒരിക്കലും ആ സിനിമയെ വിട്ടുപിടിച്ചിട്ടില്ല. അതുമല്ല, ഓരോ ഇൻസിഡൻറ്റ് വരുമ്പോഴും അത് കുടുംബമായിട്ട് എങ്ങനെയെങ്കിലും റിലേറ്റ് ചെയ്യും. ഇപ്പോൾ പെണ്ണ് കാണാൻ വേണ്ടി വരുന്ന ദിവസമാണ് പോലീസുകാർ കയറി വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇവനെ തോമായ കൈ കിട്ടാഞ്ഞിട്ട് പിന്നെ പെങ്ങടെ കയ്യിൽ ചിപ്പിയുടെ ചാക്കോമാഷിൻ്റെ മോടെ കൈ കയറി പിടിക്കും. അപ്പോൾ വേറൊരാളൊരു സാറേ ഇവിടെ നല്ല പ്രസിദ്ധനായ ഒരു മാഷിൻ്റെ മോള അവിടെ പിടുന്ന് പറയും. അതിനാണ് പിന്നീട് തോമ വന്ന് SI എടുത്തിട്ട് അടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കുടുംബത്തിൻ്റെ ഒരു ആംഗിൾ ഒരിക്കലും അതിൽ പോയിട്ടില്ല. പിന്നെ തോമയ്ക്ക് കുത്തേക്കുന്നിടത്താണ് അച്ഛൻ കാണാൻ വരുന്നതും പഴയ സെൻറ്റിമെൻറ്റ്സ് അദ്ദേഹത്തിലുണ്ട് എന്ന് കുടുംബം മുഴുവൻ തിരിച്ചറിയുന്നതും. പിന്നീടും അങ്ങോട്ടുള്ള തോമയുടെ ചേഞ്ചസിൽ അച്ഛൻ്റെ കഥാപാത്രം അല്ലെ കുടുംബം എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഇതടത്തുള്ളിടത്താണ് എൻ്റെ പേരൻസിന് ഈ സിനിമ ഇഷ്ടപ്പെട്ടത്. എൻ്റെ പേരൻസിനെ പോലെ കേരളത്തിലെ അന്നത്തെ സീനിയർ ജനറേഷന് മുഴുവൻ ഇഷ്ടപ്പെട്ടത് ആ ആംഗിളിലാണ്. നമ്മളെ പോലുള്ള യങ്സ്റ്റേഴ്സിന് അന്നത്തെ ഈ 12 വയസ്സ് തൊട്ട് 38 വയസ്സ് വരെയുള്ള ഈ മാസ് ഓഡിയൻസ് ആദ്യത്തെ 2 ദിവസം ഇടിച്ചു തീർത്തവരെ സംബന്ധിച്ച് അതൊരു ദൃശ്യം വരുന്നു തന്നെയായിരുന്നു. കാരണം ഫസ്റ്റ് സീനിൽ ആടുകൾ ഇങ്ങനെ പോകുന്നു, അടികൊണ്ട് തളർന്ന് കിടക്കുന്ന തോമയുടെ ചെവി മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ, ബ്ലഡ് ഇങ്ങനെ ഒലിച്ചു വരുന്നുണ്ട്. ഓടി വന്നൊരാടിനെ പിടിച്ച് അതിൻ്റെ എന്താണ് മുട്ടനാടിൻ്റെ ചങ്കിലെ ചോര കുടിക്കുന്ന ആട് തോമ. അവിടുന്ന് ആ ചോര കുടിച്ച് ഉയരലിങ്ങോട്ട് വന്നിട്ട് പൂക്കോയെ അടിക്കുന്നു. അവിടുന്ന് പുള്ളി ആ കൈവണ്ടി മുകളിൽ കൂടെ ചാടി അവന്മാരെല്ലാം അടിച്ചിട്ടാണ് വന്നൊരു മുണ്ട് വരുമെന്ന് ബഹദൂറിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അതൊരു ഇപ്പോൾ നമ്മൾ മുമ്പ് കണ്ട ആക്ഷൻ സിനിമകളിൽ നിന്നെല്ലാം ഭയങ്കര വേറിട്ട് നിൽക്കുന്ന ഒരു ആക്ഷൻ സിനിമയാണ്. ഇപ്പോൾ ദേവാസുരത്തിൻ്റെ കാര്യം നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞു. അതിൽ ഭയങ്കര വെറൈറ്റി ആയിരുന്നു ഈ ഒരു പിന്നെ സംഗതിയിലോട്ട് വന്നപ്പോൾ. അവിടുന്ന് അങ്ങോട്ടുള്ള പുള്ളിയുടെ ഒരു കുത്തഴിഞ്ഞ ഒരു ജീവിത പശ്ചാത്തലമൊക്കെ വരുമ്പോഴത്തേക്കും മോഹൻലാൽ അതിലോട്ട് എങ്ങനെ കയറി എന്നുള്ളത് വിശ്വസിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ദേവാസുരത്തിൻ്റെ ഒരു ഷെയ്ഡും വന്നിട്ടില്ല. ഇപ്പോൾ പല നടന്മാരും, പ്രശസ്തരായ പല നടന്മാർക്കും മറ്റ് കഥാപാത്രങ്ങളുടെ ഹാങ് ഓവർ ഇത്തരം അവർ അത്തരം സ്വഭാവമുള്ള കഥാപാത്രങ്ങളിലേക്ക് വരുമ്പോൾ വരും. ഇവിടെ നീലാണ്ടൻ എന്താണെന്നുള്ളത് നമുക്ക് പ്രത്യേകം മാറ്റി നിർത്താം, ആടുതോമ എന്താണെന്നുള്ളത് പ്രത്യേകം മാറ്റി നിർത്താം. അതിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ പെങ്ങളോട് സംസാരിക്കുന്ന രീതിയാണെങ്കിലും പിന്നെ സിൽക്ക് സ്മിതയുടെ കഥാപാത്രമായിട്ട് ഇടപെടുന്ന മൊമെൻറ്റ്സിലൊക്കെ ആണെങ്കിലും ഇതിൽ വളരെ 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 ഡിഫറൻ്റ് ആയിട്ടാണ് പുള്ളിയുടെ ഓരോ പാറ്റേണും പോകുന്നത്. എൻ്റെ ഒരു സുഹൃത്തും ഭാര്യയും തമ്മിൽ വലിയ വഴക്കായത്
ഭാര്യ ഇതിൽ മോഹൻലാൽ വളരെ അപ്പീലിംഗ് ആണെന്ന് പറഞ്ഞ ഒരു മാറ്ററിലാണ്. അതിൽ അവർ വലിയൊരു ആർഗ്യുമെന്റിലേക്ക്, കാരണം അത്രയും വെറൈറ്റി ഉണ്ട് ആ കഥാപാത്രത്തിന്. ഇപ്പോൾ ഇയാൾക്ക് ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ടാണ് മറ്റേ എന്താണ് കാന്താരി മുളക് പാലിലിട്ടോ അങ്ങനെ അരച്ചിട്ട് അവരൊരു ഇതുകൊണ്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ അയാളിങ്ങനെ പിടിച്ചോണ്ടിരിക്കും. മണിയമ്പിള്ള പറയോ വേറൊരാളുടെ ആണെങ്കിൽ ഇപ്പം കരൾ കത്തിപ്പോകുന്നു പറയും. പുള്ളി അതിങ്ങനെ പാറപ്പുറത്ത് കിടന്നിങ്ങനെ അത് ചെയ്തിട്ടാണ് മറ്റേ ഏഴുമല പൂഞ്ചോല എന്നുള്ള സോങ്ങിലേക്ക് വന്നത്. അതിനൊക്കെ ഭയങ്കര ഗ്രാവിറ്റി ആയിരുന്നു. നമ്മൾ സ്ക്രീനിൽ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര വെയിറ്റുള്ള സീൻസ് ആയിരുന്നു അത്. അത് ഒരിക്കലും അതിലൊരു ഒരു കോംപ്രമൈസോ ഇതോ വന്നിട്ടില്ല. പലപ്പോഴും ഈ കുടുംബം അല്ലെങ്കിൽ ഈ ആക്ഷൻ ഇങ്ങനത്തേത് മിക്സ് ചെയ്യുമ്പം വരുന്ന ഒരു പാളിച്ച എന്ന് പറഞ്ഞാൽ പല പ്രശസ്ത സംവിധായകരും അഡ്മിറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു ഏതെങ്കിലും ഒന്ന് കൂടിയും കുറഞ്ഞും പോകും, അല്ലെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങിപ്പോകും സ്ക്രിപ്റ്റ്. അന്നേരം വലിയ പരാജയങ്ങളിലേക്ക് അത്തരം സിനിമകൾ പോകാറുണ്ട്. മോഹൻലാലൻ അഭിനയിച്ച പല സിനിമകളിലും അങ്ങനത്തെ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആ ഒരു 2 ലൈനും പെർഫെക്റ്റ്ലി കോംപ്ലിമെൻ്റ് ചെയ്താണ് സ്ഫടികം പോകുന്നത്. മോഹൻലാലിൻ്റെ കരിയറിലത് എങ്ങനെ വഴിത്തിരിവായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേവാസുരം കഴിഞ്ഞിട്ട് പുള്ളി പിന്നെ ബട്ടർഫ്ലൈസ്, ഗാന്ധർവം, അങ്ങനെയുള്ള പവിത്രം പോലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ചില സിനിമകളിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഈ സ്ഫടികത്തിനുള്ള ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പം മറ്റേതിപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് പറയുന്ന ആരോപണങ്ങളുണ്ട്, താമ്പുരാൻ വേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗുണ്ടായിരുന്നു ഈ എന്താണ് പിന്നെ സ്ഫടികത്തിലെ ആടുതോമ എന്ന് പറയുന്നത്. കാരണം ഭദ്രൻ തന്നെ പറയുന്നത് അദ്ദേഹം ഇൻസ്പയർഡ് ആയത് ഒരിക്കൽ ഒരു നല്ല മഴ പെയ്യുന്ന ഒരു ദിവസം പ്രൈവറ്റ് ബസ് വന്നപ്പം അയാളുടെ നാട്ടിലെ ഒരു ഗുണ്ട ഇതുപോലെ പാലത്തിൽ നിന്നൊരു SIയെ ഇങ്ങനെ ബെൽറ്റിൽ പിടിച്ചിങ്ങനെ പാലത്തിൽ നിന്ന് എടുത്ത് ആറ്റിലോട്ട് എറിയുന്ന ഒരു ഇത് കണ്ടു. അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ സബ്ജക്റ്റ് ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. പല പ്രൊഡ്യൂസർമാരും അത് കൈയൊഴിഞ്ഞത് ഈ മുണ്ട് അഴിച്ചടിക്കുന്നത് മോഹൻലാലിൻ്റെ ഇമേജിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, അത് വേണ്ട എന്ന് പലരും ശാഠ്യം പിടിച്ചു. പക്ഷേ ഗുഡ് നൈറ്റ് മോഹനാണത് ഓക്കെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കുഴപ്പമില്ല, അതൊരു സ്റ്റൈലല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രോജക്റ്റ് നടന്നത്. എനിക്ക് തോന്നുന്നു 90കളിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ സിനിമകളിൽ ഒന്നാണ് സ്ഫടികം. അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതാണ് ഇന്നും ടി വിയിൽ വന്നു കഴിഞ്ഞാൽ. അതിൽ മോഹൻലാലിൻ്റെ മാനറിസംസ് അതിൽ, കാരണം ഇതിപ്പോൾ പക്ക കുറച്ചുകൂടെ സ്റ്റിഫായിട്ടുള്ളൊരു ഹീറോ ആണെങ്കിൽ, ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ സ്റ്റിഫായിട്ടുള്ള ഹീറോസ് ആണെങ്കിൽ ഇത് ഇത്രയും മാച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ഉർവശിയായിട്ടുള്ള സീൻസ് ആണെങ്കിലും നേരത്തെ ചോദിച്ച പോലെ, അല്ലെങ്കിൽ സിൽക്ക് സ്മിത ആയിട്ടുള്ള സീൻസ് ആണെങ്കിലും, ഈ മണിയമ്പിള്ള ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ള തരികിട സീൻസ് ആണെങ്കിലും, പിന്നെ പേരൻസുമായിട്ട് ഇപ്പോൾ തിലകനുമായിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 5 കൊല്ലം കൂടുമ്പോൾ അവരുടെ ഇത്തരത്തിലുള്ള കോമ്പിനേഷൻ ഉണ്ട്. നമ്മളിത് അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. 5 കൊല്ലം മുമ്പാണ് ഈ സ്ഫടികം ഇറങ്ങുന്നതിന് 5 കൊല്ലം മുമ്പാണ് കിരീടം ഇറങ്ങിയത്. അതിൽ അച്ഛനും മോനും തമ്മിൽ ഇതുപോലുള്ള ഒരു ഫ്രിക്ഷൻ സെക്കൻഡ് ഹാഫിൽ സംഭവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് സ്ഫടികം ഇറങ്ങുന്നു. ഈ 5 കൊല്ലം കഴിഞ്ഞാണ് നരസിംഹം ഇറങ്ങുന്നത്. അവിടെ ഈ അച്ഛനും മോനും തമ്മിൽ ഇതേ ഫ്രിക്ഷനാണ്, ഇവർ രണ്ടുപേരും തന്നെയാണ്. പക്ഷേ നമ്മളിത് അറിഞ്ഞിട്ടില്ല. കാരണം ഇത് മൂന്നും പറയുമ്പം അച്ഛനും മോനും തമ്മിൽ ഒരു ഉള്ളിൽ സ്നേഹമുണ്ട്, പക്ഷേ തമ്മിൽ രസത്തിലല്ല എന്നുള്ളതാണ് ബേസിക് സീഡ്. പക്ഷേ ഇവർ രണ്ടുപേരും ചെയ്യുന്നതുകൊണ്ടാണ് ഇത് 6 കഥാപാത്രങ്ങളാവുകയും നമുക്കിത് ബോറടിക്കാതെ റിപ്പീറ്റ് ആണല്ലോ എന്ന് തോന്നാഞ്ഞത്. അതുതന്നെയാണ് സ്ഫടികത്തിൻ്റെ മനോഹാരിത. എപ്പോഴും മലയാള മനസ്സുകളിൽ നിൽക്കുന്ന ചിത്രം തന്നെയാണ്, വെറൈറ്റിയാണ്. ഭദ്രൻ ജനിച്ചത് സ്ഫടികം ചെയ്യാൻ വേണ്ടിയിട്ടാണ്.